കഴിഞ്ഞ 2 ദിവസങ്ങളായി 18, 19 തീയതികളിൽ ഒരു കാര്യം ഇന്ത്യൻ മീഡിയാസിലും പാകിസ്ഥാന്റെ മീഡിയാസിലും വളരെ വേഗത്തിൽ പടരാൻ തുടങ്ങി. ഒരു കാട്ടുതീ പോലെ പടരാൻ തുടങ്ങി. അതിനുള്ള കാരണം എന്താണെന്ന് നോക്കിയാൽ കിർഗിസ്ഥാൻ വളരെ പ്രധാനപ്പെട്ട നാടാണ്. ഇന്ത്യയുടെ മെഡിക്കൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നാടാണ്. അങ്ങനെ ഒരു നാട്ടിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് നേരെ ഒരു ഗ്രൂപ്പ് കൊലപാതക ശ്രമം നടത്തി. പാകിസ്ഥാനിലെ ഒരു യുവാവിനെ കൊന്നു. അതായത് പാകിസ്ഥാനിൽ നിന്നും അവിടെ പോയ ഒരു വ്യക്തിയെ കൊന്നു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ ഈ 3 നാടുകളിലെയും വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് അറ്റാക്ക് ചെയ്യുന്നുവെന്ന് ഒരു ന്യൂസ് പുറത്തു വന്നു. ഒരുപാട് വീഡിയോ വിഷ്വൽസ്, ഫോറിൻ സ്റ്റുഡൻസ് താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ ചെന്ന് അടിക്കുക, അവരെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക, ഇങ്ങനെ ഒരുപാട് വാർത്തകൾ പടരാൻ തുടങ്ങി. ഇത് കണ്ടതും കുറെ പേർ പറഞ്ഞത് ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ സേഫ് അല്ല, അവരവിടെ എന്തോ പ്രശ്നത്തിലാണ് എന്ന് പറയാൻ തുടങ്ങി. ഈ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, ഈ കിർഗിസ്ഥാനും ഇന്ത്യക്കും എന്താണ് ബന്ധം? എന്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള സ്റ്റുഡൻസ്, പ്രധാനമായും മെഡിക്കൽ സ്റ്റുഡൻസ് കിർഗിസ്ഥാനിൽ പോകുന്നു എന്നുള്ളൊരു ചോദ്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കിർഗിസ്ഥാൻ പോലുള്ള ചില നാടുകളാണ് MBBSനായി ചൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ സ്റ്റുഡൻസ് ഒരു 15,000 പേർ വരെയും ഇപ്പോൾ 2024 കണക്കനുസരിച്ച് ഈ കിർഗിസ്ഥാനിൽ തങ്ങി പഠിക്കുന്നുണ്ട്, MBBSന് മാത്രം. എന്തുകൊണ്ട് ഇവർ ഇത്രത്തോളം ഈ നാട്ടിൽ പോകുന്നു എന്ന് ചോദിച്ചാൽ, അത്രത്തോളം ഹൈ ഫെസിലിറ്റി, ഹൈ ടെക്നോളജി ലാബ്സ്, അതുകൂടാതെ എഡ്യൂക്കേഷൻ എന്നത് MBBS സ്റ്റുഡൻസിന് അവിടെ കൂടുതലായി കൊടുക്കുന്നു എന്ന് പറയുന്നു. WHO അംഗീകരിച്ച കോളേജസ് അവിടെ ഒരുപാടുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ വൈസ് വളരെ പ്രധാനപ്പെട്ട ഒരു നാടായി ഇന്ത്യൻ സ്റ്റുഡൻസിന് അതുണ്ട്. അതുപോലെ മറ്റു നാടുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് എഡ്യൂക്കേഷൻ വളരെ നന്നായി കൊടുത്താൽ പോലും വിലയും വളരെ കുറവാണ്. അക്കാഡമിക് ഫീസ് എന്നത് മറ്റു നാടുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറവായതുകൊണ്ട് ഈ ഒരു കാരണം കൊണ്ടുമാണ് ഇന്ത്യൻ സ്റ്റുഡൻസ് ആ ഒരു നാട് തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ഘട്ടമായി റഷ്യ പോലുള്ള നാടുകൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു പ്രശ്നം എങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഏകദേശം ഒരാഴ്ചകൾക്ക് മുൻപ് മെയ് 13-ാം തീയതി ഒരു വീഡിയോ വൈറലായി പടർന്നു. ആ വീഡിയോയിൽ കാണിക്കുന്നത് ഏതോ ഒരു വ്യക്തി, അപരിചിതരാണ്, എന്നാൽ അവർ കിർഗിസ്ഥാനിലുള്ളവരല്ല, മറ്റേതോ സ്റ്റുഡൻസ് ആണ്. അവർ കിർഗിസ്ഥാൻ നാട്ടിലുള്ള അവിടെ ലോക്കൽ പീപ്പിൾസിനെ അടിക്കുന്നത് പോലുള്ള, വളരെ മോശമായി അടിക്കുന്നത് പോലുള്ള ഒരു വീഡിയോ മെയ് 13-ാം തീയതി അവിടെ മുഴുവനും പടരാൻ തുടങ്ങി. ഇങ്ങനെ പടർന്നതിന് ശേഷം കഴിഞ്ഞ 4-5 ദിവസമായി 13 മുതൽ 16-ാം തീയതി വരെ ഈ വീഡിയോ സോഷ്യൽ മീഡിയ മുഴുവനും പടർന്നു. 16-ാം തീയതി അവിടെയുള്ള ലോക്കൽ ആളുകളെ കയ്യിലെടുത്തുകൊണ്ട് ലോക്കൽ പൊളിറ്റീഷ്യൻസ് ഗ്രൂപ്പ് ചിലർ പറഞ്ഞത്, ഫോറിൻ സ്റ്റുഡൻസ് ഞങ്ങളെ അടിക്കുന്നു, തങ്ങളുടെ ലോക്കൽ പീപ്പിൾസിനെ അടിക്കുന്നു എന്ന് പറഞ്ഞ് പുറം നാട്ടിലെ സ്റ്റുഡൻസ് എവിടെയെല്ലാമാണ് താമസിക്കുന്നത് ആ ഹോസ്റ്റൽസിനെ ലക്ഷ്യം വെച്ച് വളരെ അക്രമാതീതമായി അകത്തേക്ക് കയറി അടിക്കാൻ തുടങ്ങി. ഇങ്ങനെ അടിച്ചത് പ്രധാനമായും പാകിസ്ഥാൻ, ബംഗ്ലാദേശ് സ്റ്റുഡൻസിനെയാണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിനെ അവർ ടാർഗറ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ സ്റ്റുഡൻസിന് വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നും വന്നില്ല. എങ്കിലും 2 രീതിയിലുള്ള ന്യൂസാണ് ആദ്യം പുറത്തു വന്നത്. രണ്ടിലും ഒന്ന് കൺഫേം ആവുകയും മറ്റൊന്ന് ഫേക്ക് ആണെന്നും കണ്ടുപിടിച്ചു. ഈ ഫേക്ക് ഏതെന്ന് നോക്കിയാൽ, ഒരു പാകിസ്ഥാനിലെ വ്യക്തിയെ ഇവർ കൊന്നുവെന്ന് മുഴുവൻ പാകിസ്ഥാനിലും സ്പ്രെഡ് ആകാൻ തുടങ്ങി. പക്ഷെ കിർഗിസ്ഥാനിൽ ഇത് സ്പ്രെഡ് ആയില്ല. എന്നാൽ ചില മണിക്കൂറിൽ തന്നെ ആ ഒരു നാടിന്റെ ഗവൺമെന്റ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്നൊരു വാർത്ത പറഞ്ഞു. ഇതിനു ശേഷമാണ് ഒരു അപ്ഡേറ്റ് വന്നത്. ഈ ഒരു അറ്റാക്കിൽ 5 പാകിസ്ഥാൻ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റുവെന്ന്. അതിൽ 4 പേർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട രീതിയിൽ മാത്രമേ ഉള്ളൂ, സേഫ് ആണ്. ഒരേ ഒരു വ്യക്തിക്ക് മാത്രം പരിക്കൽപ്പം കൂടുതലാണ്. അയാൾ ഇപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെന്റിലാണ്, ചില ദിവസങ്ങളിൽ വീട്ടിലേക്ക് പോകും. ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല എന്ന് കിർഗിസ്ഥാൻ ഗവൺമെന്റ് തന്നെ ഈ ഒരു ന്യൂസ് കൺഫേം ചെയ്ത് പുറത്തേക്ക് വിട്ടു. ഇതിനിടയിൽ ഇന്ത്യൻ പീപ്പിൾസ് ഒരുപാട് പേർ ഇന്ത്യൻ മീഡിയയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്, അവിടെ ഒരുപാട് വയലൻസ് ആണ്, ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ ഒരുപാട് പേർക്ക് പരിക്കേറ്റു, ഇങ്ങനെയുള്ള പഴയ ആക്രമണത്തിന്റെ ക്ലിപ്സ് എല്ലാം എടുത്ത് ഷെയർ ചെയ്യാൻ തുടങ്ങി. ട്വിറ്ററിൽ അത് ട്രെൻഡ് ആകാൻ തുടങ്ങി. ഇന്ത്യയെ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം മെയ് 18-ാം തീയതി ഉണ്ടായി. ഇങ്ങനെ മെയ് 18-ന് ഇതൊരു വലിയ കാര്യമായി മാറിയതിനു ശേഷം നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ യാതൊരുവിധ പ്രശ്നവുമില്ല, കിർഗിസ്ഥാനിൽ പ്രശ്നമില്ല, എങ്കിലും അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി, പുറത്തൊരു പ്രശ്നം നടക്കുന്നത് കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ നല്ലതിന് വേണ്ടി, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ വിട്ട് ചില ദിവസങ്ങളിൽ പുറത്തേക്ക് വരണ്ട എന്നുള്ള ഒരേ ഒരു റെസ്ട്രിക്ഷൻ മാത്രം കൊടുത്തു. ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഇപ്പോൾ അവിടെയുള്ള ആളുകൾ കാരണം ഞങ്ങൾക്ക് പ്രശ്നമാണ്, ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറും കൊടുക്കുന്നു. ഇത് സംഭവിച്ചതെല്ലാം മെയ് 18-ന്. ഈ 18 വൈകുന്നേരം ഒരു 150 മുതൽ 180 പേർ വരെയും ഈ കിർഗിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകുന്നു. ഇവിടെ നിന്ന് തിരിച്ച് സേഫായ പാകിസ്ഥാനിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. സിറ്റുവേഷൻ വളരെ മോശമായാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പാകിസ്ഥാൻ ഗവൺമെന്റും പറഞ്ഞു. പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ, പ്രധാനപ്പെട്ട ചില അധികാരികൾ അടുത്ത ചില ദിവസത്തിൽ പാകിസ്ഥാനിൽ നിന്നും കിർഗിസ്ഥാനിൽ പോകുന്നതായി പാകിസ്ഥാനിലെ മീഡിയാസ് വഴി വിവരങ്ങൾ പുറത്തുവന്നു. ഇതെല്ലാം ഒരു കഥ മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടതെല്ലാം കിർഗിസ്ഥാൻ ഗവൺമെന്റ് ഒഫീഷ്യലായി പറഞ്ഞ ഒരു കഥ. എന്നാൽ മറ്റൊരു ഭാഗത്ത് എന്തുകൊണ്ട് ഈ ആക്രമണം ഉണ്ടായി, പെട്ടെന്ന് എന്തുകൊണ്ട് ഈ ഒരു ആക്രമണം ഉണ്ടായി, ഇതിനെന്താണ് കാരണമെന്ന് പാകിസ്ഥാന്റെ മറ്റു ചിലർ പറഞ്ഞത്,
പാകിസ്ഥാൻ ഗവൺമെന്റിന് എതിരായിട്ടുള്ളവർ പറഞ്ഞത് ഈ പാകിസ്ഥാനിൽ നിന്നും പഠിക്കാൻ പോയ ചില കുട്ടികൾ അവിടെയുള്ള മൈനേഴ്സിനെ അബ്യൂസ് ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇത്രത്തോളം വലുതായി മാറിയത്. ആ ഒരു കാരണം കൊണ്ടാണ് പാകിസ്ഥാനിലെ കുട്ടികളെ ലക്ഷ്യം വെച്ച് ഈ ഒരു ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്തതായി ഒരു ഭാഗം കഥ പറയുന്നുണ്ട്. എന്നാൽ ഇതിനെ രണ്ട് ഗവൺമെന്റും കൺഫേം ചെയ്തില്ല. ഇതിനെക്കുറിച്ച് ആരും ഇതുവരെ സംസാരിച്ചത് കൂടെ ഇല്ല. ഇപ്പോഴും കിർഗിസ്ഥാന്റെ ഗവൺമെന്റ് ഒഫീഷ്യലായി ഇതിനുള്ള കാരണം എന്താണെന്ന് അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല. അവർ ഒരു അനൗൺസ്മെന്റ് തന്നാൽ മാത്രമേ ഇക്കാര്യം സത്യമാണോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കൂ. അതുവരെയും ഈ ഒരു കാര്യം പാകിസ്ഥാനിൽ മുഴുവനും സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നും ഇപ്പൊ പുറത്തേക്കും വന്നു. ഇങ്ങനൊരു സംഭവം നടന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും പാകിസ്ഥാനിൽ പ്രശ്നമുണ്ടാക്കും. അവിടെയുള്ള പാകിസ്ഥാൻ പൗരത്വമുള്ള സ്റ്റുഡൻസിന് മറ്റൊരു പ്രശ്നമുണ്ടാക്കും. കാരണം ഇപ്പോഴും അവിടെ പബ്ലിക്കിന്റെ റിയാക്ഷൻ എന്നത് വളരെ വയലന്റ് ആണ്. അടുത്തതായി ഇറാന്റെ പ്രസിഡന്റ് പോയ ഹെലികോപ്റ്റർ ക്രാഷ് ആയി എന്നുള്ളൊരു വാർത്ത അവസാനമായി നമ്മൾ കണ്ടിരുന്നു. റെസ്ക്യൂ സൈറ്റിൽ റെസ്ക്യൂ ടീം പോയി എന്നുള്ളതും ആ വീഡിയോയിൽ കണ്ടു. ഇതിന് ശേഷമുള്ള ന്യൂസ് ആ ഒരു സ്ഥലം വളരെ മലകൾ നിറഞ്ഞ പ്രദേശമാണ്. അവിടെ മഴയും പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ശരിയായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ ആ ക്രാഷ് സൈറ്റിന് ഏകദേശം അടുത്തേക്ക് പോയിട്ടുണ്ട് എന്ന് ലാസ്റ്റായി അപ്ഡേറ്റിൽ പറഞ്ഞു. അവിടെയുള്ള മഞ്ഞ് കാരണം 5 മീറ്ററിൽ കുറവുള്ള വിസിബിലിറ്റി മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു 5 മീറ്റർ മാത്രമേ കാണാൻ സാധിക്കൂ എന്ന് ആ റെസ്ക്യൂ ടീമിലെ അധികാരികൾ പറഞ്ഞതായി ഇറാന്റെ ന്യൂസ് ഏജൻസി വഴി പുറത്തേക്ക് വന്നു. ഇബ്രാഹിം റൈസിയുടെ അവസ്ഥ എന്നത് ഇപ്പോഴും അവസാനമായി വന്ന ന്യൂസ് അനുസരിച്ച് കൺഫേം ചെയ്യാത്തൊരു ന്യൂസ് തന്നെയാണ്. ഒരുപക്ഷെ ആ ഒരു സ്ഥലത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യത കുറവാണെന്ന് ഒരുപാട് പേർ പറഞ്ഞാലും ഇവയെക്കുറിച്ച് ഇതുവരെയും ഒഫീഷ്യലായി കൺഫർമേഷൻ വന്നിട്ടില്ലാത്തത് കൊണ്ട് അതിനുള്ള ഉത്തരവ് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് പേർ ഇപ്പോഴും ഇതിന് പുറകിലുള്ള തിയറീസ് ഓരോന്നായി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഇസ്രായേലാണ് കാരണം, അല്ലെങ്കിൽ ഇറാനുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നമുണ്ട്. കാരണം ഇറാന്റെ പ്രസിഡന്റിനെ സംബന്ധിച്ച് അയാൾക്ക് എതിരായിട്ടുള്ള 2000 പേരെ വരെയും അയാൾ കൊന്നതായി ഒരു വാർത്തയുണ്ട്. ഒരുപക്ഷെ അതിന് പുറകിലുള്ളവരായിരിക്കാം ഈ ഒരു സംഭവത്തിന് കാരണമെന്ന് ഒരുപാട് തിയറീസ് ഇപ്പോൾ ഇന്റർനെറ്റ് മുഴുവനും പടരുന്നുണ്ട്. വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ കിർഗിസ്ഥാനിൽ നടന്ന പ്രശ്നത്തിന് 2 തിയറികളുണ്ട്. രണ്ടും നിങ്ങളോട് പറഞ്ഞു. ഒന്ന് കൺഫേം ആയി. എന്നാൽ എന്തുകൊണ്ട് ഈ ഒരു ആക്രമണം നടന്നു എന്നുള്ളതിന്റെ ഒരു ഭാഗം മാത്രമേ കണ്ടുള്ളൂ. മറ്റൊരു ഭാഗം അറിയില്ല. ആ ഒരു ഭാഗം ശരിയായിരിക്കുമോ, അല്ലെങ്കിൽ അതിന് പുറകിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടാകുമോ? ഇറാന്റെ പ്രസിഡന്റിനെ കുറിച്ച്, ക്രാഷിനെ കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? അതും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.